എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ തന്റെ ദൈവത്തോട്. എന്തിനാ പറയുന്നേ? ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ കുറച്ചു ദൂരം സൈക്കിളില്? ഏയ് ഞാനില്ല, ആരെങ്കിലും കാണും. ഇവിടെ അങ്ങ് ആരുമില്ല, നീ വാ കേറ്. വാ നീ. അവിടെ ഇവിടെ. പിടിച്ചിരുന്നോ? അതൊക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. സൂക്ഷിച്ച്. മതി, ഇനി ഞാൻ നടന്നു പോയിക്കോളാം. പോട്ടെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55. അമ്മേ, കണ്ണൊന്ന് തെറ്റിയാ മതി, എണ്ണം തെറ്റിക്കാൻ. 59, 60, 61, 60. ചന്ദ്രമാമ വീട്ടിൽ വന്നിരുന്നു. അടുത്താഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കു കൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്? അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ, കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുതു മുടക്കണം. അച്ഛനെ അമ്മയെ പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. പത്തുമണിയാകുമ്പോ ഉണ്ണിയേട്ടന് എത്തുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല. അമ്മൂക്ക പോയിട്ടില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് കുറച്ചേരം കൂടെ നോക്കാം. ആ താടി അങ്ങോട്ട് കളഞ്ഞോളാ, മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ,
മാറിപ്പോയല്ലോ. ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളേ. ആ വീട്ടിൽ കയറണല്ലേ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയൊന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നെന്റെ രാഘവൻ നായര്. ഞാനും ഒന്ന് പുറത്തേക്കാ. നാടും നാട്ടുകാരെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. അസുഖമൊന്നുമില്ലല്ലോ തിരുമേനി? ഏ സുഖല്ലേ? ആ എന്താ നേരെ മക്കളെ കാണാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇങ്ങനെ കണ്ടടം നിരങ്ങി അടക്കാതെ മക്കളുടെ കൂടെ നിന്നൂടെ? നിർത്തണ്ട മോനെ. ഉള്ളതെല്ലാം നേരത്തെ വീതം വെച്ച് കൊടുത്തോണ്ടല്ലേ. ആ സാരമില്ല, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. വല്ലതും കഴിച്ചോ? കള്ള് കുടിക്കരുത്. ഏയ് പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. 4 കൊല്ലം രാവേട്ട ഇല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. മതി. എന്താ മതി. രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബെയിൽ അവന് നല്ല പിടിപാടാ. എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും. കുടുംബക്കാരാലോചിച്ച് നിക്കാഹ് നടത്തണമെന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ആ ഓരോന്ന് വരുമ്പളേ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? വിശപ്പില്ലമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണതൊന്നും അനക്ക് പിടിക്കാത്തോണ്ടാ. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പി തരാൻ ഒരുത്തീനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്നെ തിന്നാൻ വരും. അതെ, ആ മാറ്റർ കൊടുത്തില്ലേ? സെക്കൻഡ് പേജിൽ തന്നെ വരണം. 2 കോളം ആയിക്കോട്ടെ. ആ സ്റ്റിൽസ് ഒക്കെ വർഗീസ് കൊണ്ടുവരും. ആ എഡിറ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി. വന്നാട്ടെ, അങ്ങോട്ടിരിക്കാം. ചായ എടുക്കട്ടെ? ആ പാലും പഴവും കൈകളിലേന്തി. ആരാ? എവിടുന്നാ വരണത്? ഞങ്ങൾ പത്രക്കാരാ, പട്ടണത്തിൽ നിന്ന് വരുവാ. ആരെ കാണാനാ? ചായ. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? സൂം ലെൻസ് ഉള്ളതാ, 40,000 വില. ബോംബെ എന്ന് വന്ന ഒരു സീത അറിയോ? അറിയോന്നോ? പിന്നെ നമ്മുടെ രാഘവേട്ടന്റെ മോളല്ലേ? ദേ കുറച്ചു മുമ്പേ കടവിലേക്ക് പോണ കണ്ടു. എന്തേ? ഇക്ക, എന്താ ഇവിടെ? ഇക്ക അന്വേഷിച്ച് വന്നതാ ഞാൻ. കുട്ടികൾക്ക് പുഴയിൽ ചുറ്റാൻ കൊതി. ശരി, പോയിക്കളയാ. ഒരുപക്ഷെ ബോംബെയിൽ എനിക്ക് നഷ്ടമായത് ഈ പുഴയും കടവും തോണിയും ഒക്കെയാണെന്ന് തോന്നിപ്പോവാ. എന്തായാലും പട്ടണത്തിന്റെ സുഖമൊന്നും ഈ കുഗ്രാമത്തിലുണ്ടാവില്ല. എനിക്ക് അവിടെയൊക്കെ വന്ന് കാണണമെന്നുണ്ട്.
വെറുതെ തോന്നുന്നേക്കാ. വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളൊക്കെ ഉണ്ട്. ആദ്യം കാണുമ്പോ എല്ലാം ഒരു അതിശയാ. പിന്നെ പിന്നെ മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കാവുമ്പോ ഇതൊക്കെ ഓർത്തിരിക്കാനാ എനിക്കിഷ്ടം. ആ വന്നേ വന്നേ വന്നേ. വാ പോവാം. ആ ഉം. മോളെ പടിയിരുന്നോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ആ വെറുതെ താളം കൊട്ടി ഇരുന്നാ പോരാ. സീതയാ പഴയ പാട്ടൊന്ന് പാടി. വരികളൊക്കെ ഞാൻ മറന്നു. ഏയ് പാടണം, അതൊക്കെ ഓർമ്മ വരും. ഞാൻ സഹായിക്കാം. ഒന്ന് പാടമായി. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പ്. പാട്. ഇറങ്ങ മോളെ. പോട്ടെ. ശരി.